ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. PK യൂസഫ് അനുസ്മരണം നടന്നു. ഒറ്റപ്പാലം നഗരത്തിലെ സാംസ്കാരിക പ്രവർത്തകനും രാഷ്ട്രീയ ഗാനങ്ങളുടെ രചയിതാവുമായിരുന്ന PK യൂസഫിൻ്റെ 1ാം ചരമവാർഷികം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ MA നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വ്യക്തിപരമായി തനിക്കറിയാവുന്ന ആളായിരുന്നു യൂസഫ് എന്നും ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു യൂസഫ് എന്നും ആഴവും പരപ്പുമുള്ള രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നു അദ്ദേഹത്തിൻ്റേതെന്നും ഇപ്പോൾ പൊതുപ്രവർത്തനത്തിന് ഒരു പാഠപുസ്തകമാക്കാവുന്ന വ്യക്തിത്വമാണ് യൂസഫിൻ്റേതെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഒരു വ്യക്തികളുമായി കഴിയുന്നത് പാർട്ടിയുമായി ബന്ധപ്പെട്ട പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏത് രംഗം സ്വന്തം കൈവിരൽപ്പാൽ പതിച്ചിടാൻ കഴിയുന്ന ബഹുമുഖ പ്രതിഭ എന്നുള്ളത്. ആ ബഹുമുഖ പ്രതിഭയുള്ളതായ നിർഭാഗ്യവശാൽ നമുക്കതൊക്കെ മനസ്സിലായിട്ടാണ് എൻ്റെ യൂസഫിൻ്റെ സംഭാവനകളുടെ ആഴം പരപ്പും യൂസഫിൻ്റെ വ്യക്തിത്വത്തിൻ്റെ അന്യ സാധാരണമല്ലാത്ത പ്രത്യേകതകൾ. യൂസഫ് എന്ന് പറയുന്ന പാഠപുസ്തകമാണ്, പൊതുപ്രവർത്തകന്മാരുടെ ഒരു പാഠപുസ്തകമാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കിയതാണ് ഓൾറൗണ്ടർ. സംഘാടകനാണ്, പ്രക്ഷോഭകനാണ്, പ്രചാരകനാണ്, പ്രഭാഷകനാണ്, എഴുത്തുകാരനാണ്, പാട്ടുകാരനാണ്. നേരത്തെ രാഷ്ട്രീയ സൂചിപ്പിച്ചപോലെ ഇങ്ങനെ എഴുതുന്നില്ല. ഇങ്ങനെ മനുഷ്യർ സമ്മേളനത്തിന് മുന്നോടിയായി മാപ്പിളപ്പാട്ടുത്സവം, തുടർന്ന് ദഫ്മുട്ട്, രാഷ്ട്രീയ ഗാനങ്ങളുടെ ആലാപനം എന്നിവയും നടന്നു. ഇതിൽ പങ്കെടുത്ത ആളുകൾക്ക് നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ NM നാരായണൻ നമ്പൂതിരി, E രാമചന്ദ്രൻ, സ്വാഗത സംഘം കൺവീനർ IM സതീശൻ, പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ പ്രസിഡന്റ് DB രഘുനാഥ്, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി C വിജയൻ, പുരോഗമന കലാസാഹിത്യ സംഘം മേഖലാ കമ്മിറ്റി സെക്രട്ടറി U ബാലചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. KPCCയുടെ സമരാഗ്നി ജാഥ 16-നും 17-നും ജില്ലയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാർ നയങ്ങൾക്കെതിരെ KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന സമരാഗ്നി ജാഥ 16, 17 തീയതികളിൽ ജില്ലയിൽ പര്യടനം നടത്തും. 16-ന് 4 മണിക്ക് ജില്ലാ അതിർത്തിയായ തൃത്താല, തണ്ണീർക്കോട്, കോനമുച്ചിയിൽ സ്വീകരണമൊരുക്കും. തുടർന്ന് പൊതുസമ്മേളനം നടക്കുന്ന കുളപ്പള്ളിയിലേക്ക് ജാഥയെ ആനയിക്കും. 17 രാവിലെ 10-ന് ജില്ലയിലെ തൊഴിലാളികൾ, കർഷകർ, യുവജനങ്ങൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ നേരിൽ കണ്ട് അവരുടെ പ്രയാസങ്ങൾ ജനകീയ സദസ്സ് പാലക്കാട് ടോപ്പിൻ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ നേരിട്ട് അവതരിപ്പിക്കും. ഉച്ചതിരിഞ്ഞ് 3:30-ന് പാലക്കാട് കോട്ടമൈതാനിയിലാണ് പൊതുസമ്മേളനം. 6 മണിക്ക് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ചേരുന്ന പൊതുസമ്മേളനത്തിലും അതിനെ തുടർന്നുള്ള ജാഥ തൃശൂർ ജില്ലയിലേക്ക് പ്രവേശിക്കും. ചിനക്കത്തൂർ പൂരത്തിന്റെ ഭാഗമായി ദേശങ്ങളിൽ നിന്നുള്ള കലാവിരുന്നുകൾക്ക് തുടക്കമായി. ചിനക്കത്തൂർ പൂരത്തിന് കൊടിയേറിയതിന് പിന്നാലെ ദേശങ്ങളുടെ കലാസന്ധ്യയ്ക്കും തുടക്കമായി.
ഒറ്റപ്പാലം, പാലപ്പുറം, തെക്കുമംഗലം, വടക്കുമംഗലം, പല്ലാർമംഗലം ദേശങ്ങളിലാണ് പ്രമുഖർ നയിക്കുന്ന കലാപരിപാടികൾക്ക് തുടക്കമായത്. പാലപ്പുറം ദേശ കമ്മിറ്റി ഇക്കുറി ദേശോത്സവം എന്ന പേരിൽ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പിന്നണി ഗായകരായ ജാസി ഗിഫ്റ്റും രഞ്ജിനി ജോസും നയിച്ച ഗാനമേളയോടെയാണ് അരങ്ങുണർന്നത്. തുടർന്ന് അതുൽ നർഗരിയുടെ സംഗീത പരിപാടിയും അരങ്ങേറി. തെക്കുമംഗലം ദേശ കമ്മിറ്റിയുടെ പരിപാടികൾ 17 മുതൽ ലക്കിടി കുഞ്ചൻ നമ്പ്യാർ സ്മാരക വായനശാലയിലും ശ്രീശങ്കര ഓഡിറ്റോറിയൽ സ്കൂളിലുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. തുടർന്ന് 18-ന് മുംബൈ അർദ്ധനാരീശ്വര നൃത്തകലാലയം അവതരിപ്പിക്കുന്ന വക ഭരതനാട്യവും അരങ്ങേറും. 19-ന് ശ്രീകൃഷ്ണ ഭാരതവും അരങ്ങേറും. 20-ന് വയലിനിസ്റ്റ് രൂപേഷ് രേവതിയും സംഘവും അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ എന്നിവയും ഉണ്ടാകും. 21-ന് പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമി നയിക്കുന്ന സംഗീത പരിപാടിയും 22-ന് നാടൻപാട്ടും 23-ന് ഇരട്ടത്തായമ്പികയും അരങ്ങേറും. ഒറ്റപ്പാലം ദേശ കമ്മിറ്റിയുടെ പരിപാടികൾ 18-ന് NSS KPT സ്കൂളിലാണ് തുടക്കമാകുന്നത്. അന്ന് വൈകിട്ട് പ്രശസ്ത നടി ശാലുമേനൻ അവതരിപ്പിക്കുന്ന രുദ്രമുഖിയോടെയാണ് അരങ്ങേറ്റം തുടങ്ങുന്നത്. തുടർന്ന് പാട്ടുകളിയാട്ടവും നാടൻപാട്ടും ഉണ്ടാകും. 20-ന് മ്യൂസിക്കൽ ഫ്യൂഷനും ഗാനമേളയും അരങ്ങേറും. 24-ന് ഗാനമേളയും ഉണ്ടാകും. വടക്കുമംഗലം ദേശ കമ്മിറ്റിയുടെ പരിപാടികൾ ലക്കിടി കൂട്ടുപാതയിലെ കുതിരപ്പാടത്താണ് നടക്കുന്നത്. പല്ലാർമംഗലം ദേശ കമ്മിറ്റിയുടെ പരിപാടികൾ ദക്ഷിണാമൂർത്തി ക്ഷേത്ര പരിസരത്താണ് നടക്കുന്നത്. പിന്നണി ഗായകരായ ദുർഗാ വിശ്വനാഥും സന്നിധാനത്തിനും ജോബി ജോണും നയിക്കുന്ന ഗാനമേളയും ഉണ്ടാകും. ഇതോടെ ചിനക്കത്തൂർ പൂരം ദേവസ്വവും സെൻട്രൽ കമ്മിറ്റിയും ചേർന്ന് നയിക്കുന്ന സാംസ്കാരിക പരിപാടികൾ പൂരം നാൾ വരെ നീണ്ടു നിൽക്കും. ഇനി ഒരു ഇടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. വാർത്തകൾ തുടരുന്നു. പുൽവാമ അനുസ്മരണ ദിനം നടന്നു. രാജ്യത്തിന്റെ എന്നത്തെയും കറുത്ത അധ്യായമായ പുൽവാമ അനുസ്മരണം ചടങ്ങ് പാലക്കാട് സ്മൃതി മണ്ഡപത്തിൽ വെച്ച് പാലക്കാടൻ സൈനിക സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. ദീപം തെളിയിക്കൽ, പുഷ്പാർച്ചന, മൗനപ്രാർത്ഥന ഉൾപ്പെട്ട ചടങ്ങിൽ സംഘടനാ സെക്രട്ടറി കെ സദാനന്ദൻ അധ്യക്ഷനായിരുന്നു. BSF പാലക്കാട് സംഘടനാ ഭാരവാഹി S ജയരാജൻ, CRPF സ്നേഹകൂട്ടായ്മ സംഘടനാ ഭാരവാഹി S മുകേഷ് സംസാരിച്ചു. സംഘടനകളുടെ പ്രവർത്തകർ, പാലക്കാട് പ്രീ റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ BTS, EDU അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ഊർജിത വയറിളക്ക രോഗ നിയന്ത്രണ പക്ഷാചാരണത്തിന് തുടക്കമായി. ജില്ലയിൽ ഊർജിത വയറിളക്ക രോഗ നിയന്ത്രണ പക്ഷാചാരണത്തിന് തുടക്കമായി. ജില്ലാ വനിതാ ശിശു ആശുപത്രിയിൽ നടന്ന ജില്ലയിലെ ഉദ്ഘാടനം ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ PK ജയശ്രീ നിർവഹിച്ചു. ഫെബ്രുവരി 14 മുതൽ 28 വരെയാണ് പക്ഷാചരണം. ഇതിന്റെ ഭാഗമായി ഗൃഹപാനീയ ചികിത്സ, ORS ലായനി, സിങ്ക് എന്നിവയുടെ ഉപയോഗക്രമം സംബന്ധിച്ച് ആരോഗ്യ, ആശ, അംഗൻവാടി പ്രവർത്തകർ ജനങ്ങളിൽ ബോധവൽക്കരണവും വയറിളക്ക രോഗ നിയന്ത്രണ പ്രവർത്തനവും നടത്തും. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ AK അനിത അധ്യക്ഷയായ പരിപാടിയിൽ ജില്ലാ വനിതാ ശിശു ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പ്രേംകുമാർ, ഡോക്ടർ P ലക്ഷ്മി, ജില്ലാ നഴ്സിംഗ് ഓഫീസർ K രാധാമണി, നഴ്സിംഗ് സൂപ്രണ്ട് N രതിദേവി, ജില്ലാ പബ്ലിക് ഹെൽത്ത് നഴ്സ് BK മിനി, അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ KK ശ്രീദേവി, ജില്ലാ ലാബ് ഓഫീസർ ഇബുനിസ കൽസം,
MCH ഓഫീസർ കെ പാർവതി, പബ്ലിക് ഹെൽത്ത് നഴ്സ് ആർ ഗീതാകുമാരി എന്നിവർ സംസാരിച്ചു. രഹസ്യവിവരങ്ങൾ രഹസ്യമായി തന്നെ പോലീസിന് നൽകാനായി പോൽ ആപ്പിൽ സൗകര്യം. കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങൾ വ്യക്തിവിവരം വെളിപ്പെടുത്താതെ തന്നെ പോലീസിനെ അറിയിക്കാൻ കേരള പോലീസിന്റെ ഔദ്യോഗിക ആപ്പായ പോൽ ആപ്പിൽ സൗകര്യമായി. ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിലാണ് കേരള പോലീസ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പോൽ ആപ്പിൽ അപ്ഡേഷനും നടത്തിയിട്ടുണ്ട്. പോൽ ആപ്പിലെ സർവീസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത ശേഷം വിവരം അജ്ഞാതനെന്ന നിലയ്ക്ക് കൈമാറുക എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് രഹസ്യവിവരം പോലീസിന് കൈമാറാം. കുറ്റകൃത്യം നടന്ന സ്ഥലം, തീയതി, ലഘുവിവരണം എന്നിവയും ആപ്പ് മുഖേന നൽകാവുന്നതാണ്. പോലീസിൻ്റെ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പ് ഇതുവരെ 7,10,000-ൽ പരം ആൻഡ്രോയിഡ് ഉപഭോക്താക്കളാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. 64,515 ഐഫോൺ ഉപഭോക്താക്കളും മൊബൈൽ ഫോൺ ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തിവിവരങ്ങൾ അറിയിക്കേണ്ടതില്ല എന്നതിനാൽ നിയമലംഘനങ്ങൾ പൊതുജനങ്ങൾ വഴി ആപ്പിലൂടെ അറിയാനാകുമെന്നാണ് പോലീസിന്റെ കണക്കുകൂട്ടൽ. ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതിയുടെ ഭാഗമായി ശുചീകരണം ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്തിന്റെയും ഹരിത കേരളം മിഷന്റെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഭാരതപ്പുഴ പുനരുജ്ജീവന പദ്ധതി സമ്പൂർണ്ണ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ആലത്തൂർ ബ്ലോക്കിൽ പുതുക്കോട് ഗ്രാമപഞ്ചായത്ത് ഗായത്രി പുഴയോരം തിരുവടിയിൽ ശുചീകരണവും തൈനടലും നടന്നു. ഭാരതപ്പുഴ പുനരുജ്ജീവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 16 വരെയാണ് ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നത്. ശുചീകരണ പ്രവൃത്തികൾ നടക്കുന്നത് കിഴക്കഞ്ചേരിയിലും എരുമയൂരും തരൂരും ആലത്തൂരും കാവശ്ശേരിയിലുമാണ്. പുതുക്കോട് ഗായത്രി പുഴയോരത്ത് തിരുവടിയിൽ നടന്ന ശുചീകരണ യജ്ഞം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, HIAS സെക്രട്ടറി, MGNR, EGSAE ഓവർസിയർ എന്നിവർ പങ്കെടുത്തു. പല്ലശ്ശന ഗ്രാമപഞ്ചായത്തിൽ കണ്ണനിക്കടവിൽ നടന്ന പ്രവൃത്തി പ്രസിഡന്റ് സായി രാധ ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം വാസന്തി അധ്യക്ഷയായി. ആദർശ്, ഉദയലക്ഷ്മി, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം, പട്ടിക്കര, പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 90377 943671 94470 40615 98470 40616. നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. വാർത്തകൾ തുടരുന്നു. മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവം കൊടിയേറി. പല്ലശ്ശന പഴയകാവ് മീൻകുളത്തി ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ശീവേലി, ഉച്ചയ്ക്ക് ശേഷം ശങ്കരനാരായണൻ സംഘവും അവതരിപ്പിച്ച ഓട്ടംതുള്ളൽ എന്നിവയും നടന്നു. വൈകിട്ട് തൃത്തായമ്പക, ചെണ്ടമേളം, പഞ്ചവാദ്യം എന്നിവയും അരങ്ങേറി. ഇനിയുള്ള 8 നാളുകളിലും ഉത്സവരാവുകളാണ്. 1-ാം ദിനം കഥകളി അരങ്ങേറ്റവും തുടർന്ന് ഓട്ടംതുള്ളൽ, ഡബിൾ തായമ്പക, ഉത്തരാസ്വയംവരം, കഥകളി എന്നിവയും 17-ന് ഓട്ടംതുള്ളൽ, തായമ്പക, നളചരിതം, 4-ാം ദിവസം കഥകളി എന്നിവയും നടക്കും. ഉത്സവത്തിൻ്റെ 5-ാം ദിവസമായ 18-ന് മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും സംഘവും അവതരിപ്പിക്കുന്ന അടന്തമേളവും ഉണ്ടാകും. തുടർന്ന് ഓട്ടംതുള്ളൽ, കഥകളി എന്നിവയും ഉണ്ടാകും. 20-ന് പള്ളിവേട്ടയും ഉത്സവത്തിൻ്റെ 8-ാം ദിവസമായ 21-ന് ആറാട്ടുത്സവവും നടക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ജോബ് ഫെസ്റ്റ് ഫെബ്രുവരി 17-ാം തീയതി.
ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ പ്രയാഗ ഫൗണ്ടേഷൻ ഫോർ എക്സലൻസ് ആൻഡ് ട്രെയിനിങ്ങിന്റെ സഹകരണത്തോടെ 15ഓളം പ്രമുഖ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകൾ നികത്തുന്നതിനായി ജോബ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. കുന്നത്തൂർമേട് പ്രയാഗ ഫൗണ്ടേഷൻ ഫോർ എക്സലൻസ് ആൻഡ് ട്രെയിനിംഗ് ക്യാമ്പസിൽ ഫെബ്രുവരി 17-നാണ് ജോബ് ഫെസ്റ്റ് നടക്കുന്നത്. സ്റ്റോർ മാനേജർ, സെയിൽസ് എക്സിക്യൂട്ടീവ്, അക്കൗണ്ടന്റ്, ഗ്രാഫിക് ഡിസൈനർ, സൈറ്റ് സൂപ്പർവൈസർ, പ്ലംബർ, റിസപ്ഷനിസ്റ്റ്, കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് തുടങ്ങി 400ഓളം ഒഴിവുകളാണുള്ളത്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ പ്രത്യേക ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തി ബയോഡാറ്റയും സർട്ടിഫിക്കറ്റുകളും സഹിതം ഫെബ്രുവരി 17-ാം തീയതി നേരിട്ട് എത്തണമെന്ന് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അറിയിച്ചു. കേരളശ്ശേരി പഞ്ചായത്തിൽ കട്ടിൽ വിതരണം ചെയ്തു. കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ 60 വയസ്സ് കഴിഞ്ഞ പട്ടികജാതി ഗുണഭോക്താക്കൾക്ക് കട്ടിൽ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഷിബ സുനിൽ രാമൻ തേനാഴി പറമ്പ് എന്ന ഗുണഭോക്താവിന് കട്ടിൽ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. 13 വാർഡുകളിൽ നിന്നായി ആദ്യഘട്ടത്തിൽ 21 ഗുണഭോക്താക്കൾക്കാണ് കട്ടിൽ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫെബിൻ റഹ്മാൻ അധ്യക്ഷനായിരുന്നു. അസിസ്റ്റന്റ് സെക്രട്ടറി CG പ്രസന്ന, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ OK രാമചന്ദ്രൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M രമ മുരളി, പഞ്ചായത്ത് അംഗം CC രമേശ് എന്നിവർ സംസാരിച്ചു. ആധുനിക സംവിധാനത്തോടെ ചിനക്കത്തൂരിലെ വൈശാഖ് ഹോട്ടൽ. പാലപ്പുറം ചിനക്കത്തൂർക്കാവിന് എതിർവശം 40 വർഷത്തിലേറെയായി പ്രവർത്തിച്ചിരുന്ന വൈശാഖ് ഹോട്ടൽ ചിനക്കത്തൂർക്കാവ് പാലപ്പുറം ദേശകമ്മിറ്റിക്കടുത്തുള്ള പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി പ്രവർത്തിച്ച് ആധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പാലപ്പുറത്തുകാർക്ക് തുടർന്നും നല്ല വെജിറ്റേറിയൻ ഭക്ഷണം ലഭ്യമാക്കാൻ ഹോട്ടലിന് കഴിയുമെന്ന് VP മനോജ് കുമാർ ACVയോട് പറഞ്ഞു. പാലപ്പുറത്ത് ഭക്ഷണം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുക എന്ന് പറഞ്ഞാൽ വൈശാഖ് എന്നാണ് അതിൻ്റെ പര്യായം. കാലങ്ങളായിട്ടുള്ളൊരു പതിവാണ്. അത് പാലപ്പുറത്ത് മാത്രമല്ല, പാലപ്പുറം ചിനക്കത്തൂർ ഭാഗത്തു നിന്ന് പാസ് ചെയ്യുന്ന ഏവർക്കും രുചിക്കൂട്ടുകൾ പാരമ്പര്യമായിട്ട് നൽകിയിരുന്ന ചിനക്കത്തൂർക്കാവിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയുള്ള ഹോട്ടലാണ് വൈശാഖ്. അവിടുത്തെ വൃത്തിയും അതുപോലെ തന്നെ ഭക്ഷണത്തിലുള്ള സ്വാദും തന്നെയാണ് സഞ്ചാരികൾക്കും അതുപോലെ തന്നെ കാവിലേക്ക് വരുന്ന ഏവർക്കും എല്ലാം പ്രിയപ്പെട്ടതാക്കിയത്. ഇപ്പോൾ അതിന് ആധുനിക സൗകര്യങ്ങളും പാർക്കിങ്ങും ഒക്കെ ആയിട്ട് അവിടെയുള്ള ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഏറ്റവും നല്ലൊരു നവീകരിച്ചൊരു പുതിയൊരു ഹോട്ടൽ കൂടി വൈശാഖ് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പഴയ ശ്രീരാമകൃഷ്ണ ബാങ്കിൻ്റെ തൊട്ട അപ്പുറത്താണ്. വളരെ AC റൂമുണ്ട്, ഫാമിലി റൂമുണ്ട്, അതുപോലെ തന്നെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളുണ്ട്, പാർക്കിംഗ് ഉണ്ട്. അതേ രുചിക്കൂട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. തീർച്ചയായിട്ടും അപ്പോൾ കാവിൻ്റെ മുമ്പിലുള്ള തിരക്കൊക്കെ വർദ്ധിച്ചു വരുന്ന സമയത്ത് പലപ്പോഴും സീറ്റ് കിട്ടാതെ ആൾക്കാർ ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർക്ക് തീർച്ചയായും ഈ പുതിയ ഹോട്ടൽ കൂടി വന്നതോടുകൂടി ഫാമിലികൾക്കൊക്കെ വലിയൊരു ആശ്വാസമായി. മാത്രമല്ല അതേ വൈശാഖിൻ്റെ രുചി ഒട്ടും ചോരാതെയാണ് ഇവിടെ അവർ അത് നൽകുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.